ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ബിനുവിന്റെ കുടുംബം. രോഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സമരം നിർത്തി. സമരക്കാർ കൂടി ചേർന്നാണ് ആംബുലൻസിൽ കയറ്റിയതെന്ന് സഹോദരിമാരായ സിന്ധുവും ബിന്ദുവും മനോരമ ന്യൂസിനോട് പറഞ്ഞു. ബിനു എന്ന 44 വയസ്സുള്ള യുവാവ് ആത്മഹത്യാശ്രമം നടത്തി ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം അപ്പോൾ വിതുര ആശുപത്രിയിൽ നടക്കുന്നു. ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു. രോഗിയെ കൊണ്ടുപോകാൻ വൈകുകയും രോഗി മരിക്കുകയും ചെയ്തു എന്നുള്ള ശക്തമായ ആരോപണമാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഇപ്പോൾ എനിക്കൊപ്പം ബിനുവിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ സഹോദരിയുടെ മകൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ ചെന്നപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആംബുലൻസ് വന്നതിന് ശേഷമാണ് സമരം തുടങ്ങിയത്. ഇപ്പം കാഷ്വാലിറ്റിയിലായിരുന്നു രോഗി. ഇപ്പൊ നമ്മളെന്താ വിളിച്ചെന്നപ്പോൾ സമരം നടക്കാം. അപ്പൊ ഡോക്ടറെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ അവരൊന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുമായിട്ട് കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരു സമരം നിർത്തി അവരും കൂടെ ചേർന്ന് തന്നെ 108 കയറ്റി ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരറിഞ്ഞില്ലായിരുന്നു. ബിനുവിനെ അവർക്ക് അറിയായിരുന്നു. വന്ന് കാഷ്വാലിറ്റിയിൽ നോക്കിയപ്പോൾ ഞങ്ങളെ ബിനുവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവര് തന്നെ വണ്ടിയിൽ പിടിച്ച് കയറ്റി അവരും കൂടെ തന്നെ സ്ട്രെച്ചറിൽ കിടത്തി 108 കയറ്റിയതൊക്കെ അവര് തന്നെ. അപ്പോൾ തന്നെ കൊണ്ടുപോയി. മോൻ ചെല്ലണ താമസം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ചെന്ന ഉടനെ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു, അതായത് സമരത്തിന് വന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു ഈ അകത്ത് നിങ്ങളുടെ സഹോദരൻ കിടക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പം തന്നെ അവര് അപ്പോഴേ തന്നെ അതെല്ലാം കൂടി എല്ലാം മടക്കി അവര് മതിയാക്കി വണ്ടി കയറ്റി അവരും കൂടെ തന്നെ സഹായിച്ച് കയറ്റി വിട്ടത്. താമസമൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, ടയറും ഇല്ലാത്തതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്തത്. അവനെ കണ്ടുടനെ തന്നെ അവര് ഞങ്ങൾ ആളില്ലേ എന്നും പറഞ്ഞു അവര് തന്നെയാണ് സ്ട്രെച്ചറിൽ കയറ്റിയതും വണ്ടി കയറ്റിയതും അവർ കൊണ്ടുപോയത്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുടുംബത്തിന് പരാതിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല? രോഗിയെ കൊണ്ടുപോകുന്നതിന് താമസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല? മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടും 10-15 മിനിറ്റ് നല്ലതുപോലെ സംസാരിച്ച് ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മരിച്ചത്. 1 മിനിറ്റ് പോലും, അതായത് ഈ രോഗിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ രോഗിയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ഒരു താമസവും വന്നിട്ട് ഇല്ല.